നിത്യജീവിതത്തില് പലപ്പോഴും കണ്ടുമുട്ടുന്ന ആളുകൾ പറയുന്ന ഒരു അനുഭവം ചിലപ്പോൾ വല്ലാതെ നമുക്ക് ചിന്തിക്കാൻ വക നൽകും. വേദിയിൽ ഞാൻ പ്രസംഗിക്കുമെങ്കിലും ജീവിതത്തില് മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുന്ന ഒരു ലിസണർ ആണ്. മൈക്കിന് മുമ്പിലൊക്കെ പ്രസംഗിക്കും, ബാക്കിയോ ശ്രദ്ധാപൂർവം. അത് കുട്ടിക്കാലം മുതൽക്കേ ശീല, ബാക്കിയുള്ളവർ പറയുന്നത് മുഴുവൻ കേൾക്കും. ഗണപതിക്ക് വലിയ ചെവിയാവാനുള്ള കാരണം അതാണല്ലോ, ധാരാളം കേൾക്കണമെന്നാണല്ലോ. ഞാനായിട്ട് അടുത്ത കുടുംബമിത്രം എന്ന് പറയുന്ന ഒരു കുടുംബമിത്രമാണ് ഗുരുവായൂരപ്പൻ കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്ന സുമതി ഹരിദാസ്. കാണുമ്പോൾ അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും പറയും, എന്റെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ടും പറയും. ഫാമിലിയിൽ എല്ലാവരുമായിട്ടും നല്ല പരിചയമാണ്. മകളുടെ ഭർത്താവാണ് നടൻ നരേൻ എന്ന നടൻ. അങ്ങനെ ഇരിക്കെ അവര് പഴയ ഭൂതകാലത്തെ പറ്റി പറയുമ്പോൾ, ഒരു കാലത്ത് സമ്പന്നത ഒട്ടുമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു വീട്ടിലും 5 രൂപ ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ താമസിക്കുന്ന പട്ടാമ്പിയിലെ കിഴായൂർ ഗ്രാമത്തെക്കുറിച്ച് വർത്തമാന മധ്യേ അമ്മ പറഞ്ഞു, ഏതെങ്കിലും ഒരു വീട്ടിൽ 5 രൂപ ഇപ്പൊ ഉണ്ടാവുക. 5 രൂപ. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ് ഓരോ വീടിനെ പറ്റി. 5 ഉറുപ്പ്യൊക്കെ ഒരു വീട്ടിലുണ്ടാവണ്ടേ? ആ കാലത്ത് എങ്ങനെയാ ജീവിച്ചതെന്നുള്ള ചോദ്യമൊന്നും ഇല്ല കേട്ടോ. എങ്ങനെ ജീവിച്ചറിയില്ല, ഞാനും തീരെ ചെറിയ കുട്ടിയാണ്. അങ്ങനെ ഇരിക്കെ അവിടുത്തെ ഒരു വീട്, ഒരാള് ധനികനാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ 5 ഉറുപ്പ്യ ഉണ്ടാവും എന്നൊക്കെ അറിയാമായിരുന്നു. ബാക്കിയില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ MA പരീക്ഷയൊക്കെ പാസ്സായിട്ട് സുമതി ടീച്ചറും ബന്ധുജനങ്ങളുടെ കൂടെ ഗുരുവായൂർക്ക് പോയി. അന്ന് ഗുരുവായൂർക്ക് പോകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബസ് ചാർജ് തന്നെയാണ് കൈവശം ഉണ്ടാവുകയുള്ളൂ. ഇന്നാകട്ടെ കോഴിക്കോട് നിന്ന് ഷൊർണൂർക്ക് പോവുകയാണെങ്കിൽ ശരി, ആവശ്യത്തിന്റെ 10 ഇരട്ടി പൈസ കയ്യിൽ വെക്കും. ഇപ്പൊ ഗൂഗിൾ കൂടി വന്നപ്പോ ബാങ്ക് നേരിട്ട് എത്ര കാശാത്ത നമുക്ക് ഗൂഗിൾ അടിച്ചു കൊടുക്കാം. അന്ന് അങ്ങനെ അല്ല. പട്ടാമ്പിൽ നിന്ന് ഞാൻ കോഴിക്കോട്ടേക്ക് വന്ന ഒരു കാലം ഉണ്ടായിരുന്നു ചെറുപ്പത്തില്. രാവിലെ പുറപ്പെട്ടിട്ട് കോഴിക്കോട് എത്തിയാൽ രാത്രി മടങ്ങി വരാൻ പറ്റില്ല, അത്ര അകലെയാണ് ഒരു സ്ഥലം. പാസഞ്ചർ ട്രെയിനിൽ കയറിയിട്ട് ഈ ഓരോ വണ്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് കൊടുത്ത് മണിക്കൂറുകളാവും. തിരിച്ച് അന്നെ വരാൻ വരെ ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് എത്രയാണ് വണ്ടിക്കൂലി? ഇങ്ങോട്ടുള്ള വണ്ടിക്കൂലി അല്ലാതെ ഒരു പൈസയും വേറെ കയ്യിലുണ്ടാവില്ല. ആ വണ്ടിക്കൂലി മാത്രമേ കൈവശം ഉണ്ടാവുള്ളൂ ഉള്ള രീതിയിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അത് ദരിദ്രൻ എന്നുള്ള അർത്ഥത്തിലല്ല, അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ആ കാലഘട്ടം. അപ്പൊ സുമതി ടീച്ചർ പറയണ അന്ന് ഗുരുവായൂർക്ക് MA കഴിഞ്ഞ ഉള്ള കാലഘട്ടത്തില് ഗുരുവായൂർക്ക് പോയി. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. ഇത് പറയാൻ തന്നെ കാരണം, ഓരോരുത്തർക്കും ഓരോ ദേവതയാണല്ലോ ഇഷ്ടമാവുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗുരുവായൂരപ്പനാണ് എന്ന് പറഞ്ഞു വരുമ്പോഴാണ് ചെറുപ്പം മുതലേ ഞാൻ ഗുരുവായൂർ പോവും. ആ ഗുരുവായൂർക്കുള്ള അനുഭവങ്ങൾ ഒക്കെ പറയും. ആ കാലഘട്ടത്തിൽ ഗുരുവായൂരിൽ ഞാനും പോയിട്ടുണ്ട്. റൂം വാടകയ്ക്ക് എടുക്കുന്നത് 1.5 രൂപ ഒരു ദിവസം വാടകയുണ്ട്. ഒരു തവണയൊക്കെ അച്ഛൻ 1.5 രൂപ കൊടുത്തിട്ട് ഒരു റൂം വാടകയ്ക്ക്
ഇവിടുത്തായിട്ട് ഓർക്കുന്നുണ്ട്. നമ്പ്യാരുടെ കെട്ടിടം എന്നാണ് അതിന് പറയുക. അത് തുടർച്ചയായിട്ട് റൂമുകളാണ്, 3 ഭാഗത്തും റോഡാണ്. അപ്പൊ കുട്ടികളൊക്കെ ആ തലയ്ക്ക് നിന്ന് ഇങ്ങനെ ഓടിയ ഈ മുക്കിൽ കൂടെ വന്ന് അപ്പുറത്തം വരെ ഓടിങ്ങനെ വരാവുന്ന രീതിയിലുള്ള താഴെ കടകളും മുകളിൽ ലോഡ്ജുമാണ്. ഇവര് റൂമൊന്നും ഇവിടുന്നില്ല. സമയത്ത് ഇതൊരു ബസ് സ്റ്റാൻഡിൽ വന്നപ്പോ പ്രൈവറ്റ് ബസ്സില് ബസ് പോന്നു കഴിഞ്ഞു. അന്നത്തെ മാതിരി എപ്പോഴും ബസ്സൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ബസ്സുള്ളൂ. ആകെ വർഷമായി. അപ്പൊ പൂവും മണം ഇത്തിരി പേര് നിൽക്കുകയാണ്. അവർക്ക് ഉച്ചയ്ക്ക് ഊണയിക്കാൻ പല പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. KSRTC ബസ്സിൽ വരാൻ അന്വേഷിക്കുമ്പോൾ ബസ് ചാർജിൽ 1 രൂപയുടെ കുറവുണ്ട്. പ്രൈവറ്റ് ബസ്സിൽ 1 രൂപ കുറവാണ്, KSRTCയിൽ 1 രൂപ കൂടുതൽ വരും. എത്ര പേരെ കൂടെ എന്നുള്ളത് ചോദിച്ചില്ല. ചിലപ്പോൾ 4 പേരുണ്ടാവും. 4 വെച്ച് കൂടിയാൽ 1 രൂപ ഇപ്പൊ ഇവിടുന്ന് കിട്ടും. പക്ഷെ ഇന്നത്തെ മാതിരി ഒരു ഉത്കണ്ഠ ആ കാലത്തില്ല ജനങ്ങൾക്ക്. ഇന്നൊക്കെയാണെന്നോ ഭയങ്കര ഉത്കണ്ഠയാണ്. അന്നാ ഉത്കണ്ഠയൊന്നുമില്ല. ആ 1 രൂപയുടെ ലാഭം കിട്ടാൻ ഏത് പോയിന്റ് വരെ നടക്കണത്തെ വേണമെങ്കിൽ നടക്കുകയും ചെയ്യും. ആ കാലഘട്ടം അങ്ങനെ. അവസാനം ഗുരുവായൂർ ഇവരുടെ ഒരു ബന്ധുക്കാരൻ, ഗുരുവായൂർ ഒരു പരിചയക്കാരുണ്ട്, അയാളോട് 1 രൂപ കടം ചോദിക്കാം എന്ന് ചോദിച്ചു. ഇവര് ബസ് സ്റ്റാൻഡില്, KSRTC ബസ് സ്റ്റാൻഡില് അവിടെ നിന്നു. ആ ബന്ധുക്കാരൻ പോയത് ഒരു റേഷൻ കടക്കാരൻ പരിചയക്കാരൻ. ആ റേഷൻ കടക്കാരനെ പോയി കണ്ടു, 1 രൂപ കൊടുത്തു. നാട്ടിലെത്തിയ ഉടനെ 1 രൂപ ഞാൻ മണി ഓർഡർ അയക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അന്നൊക്കെ അങ്ങനെ പറയും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 1 രൂപ മണി ഓർഡർ അയക്കലൊക്കെ സാധാരണ സംഭവമായിരുന്നു. അങ്ങനെ 1 രൂപയായിട്ട് വന്നപ്പോ KSRTC ബസ്സിൽ കയറാൻ വേണം. ബസ് കയറി. ആ ബസ്സിൽ കയറിയപ്പോ ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല. സുമതി ടീച്ചർ, അന്ന് സുമതിയാണ് ടീച്ചർ, നിന്നു. ആരൊക്കെ ഇറങ്ങി കയറി. പിന്നെ എവിടെ ഒരു സീറ്റ് കഴിഞ്ഞപ്പോ അവിടെ ഇരുന്നു. മധ്യവയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ അടുത്തുണ്ട്. ബസ് കുറെ ദൂരം തോന്നി. അപ്പൊ കുട്ടി എവിടുന്നാ വരണതെന്ന് ചോദിച്ചു. ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വന്നാണ്. എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ചു. ആ വീട് ചോദിച്ചു 2 കൂട്ടരും തമ്മിൽ ചെറിയൊരു പരിചയക്കായി. പിന്നെയും പലരും സീറ്റ് മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്നു. ഇനി എന്താ കുട്ടിയുടെ പരിപാടി എന്ന് ചോദിച്ചു. എവിടെങ്കിലും ഒരു ജോലിയിൽ വേണം. ഇന്ന ജോലിയൊക്കെയാണ് പറ്റുന്ന ജോലികൾ. ഇന്ന പണിക്ക് കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. മാധവേട്ടൻ വിചാരിച്ചാൽ മതി. മാധവേട്ടനോട് പറഞ്ഞാൽ മതി. ആരാണ് മാധവേട്ടൻ? നമ്മുടെ കൂടെ ഉണ്ട്. ആ മാധവേട്ടനെ പരിചയപ്പെട്ടത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായി മാറി. ഇത്രയേ ഉള്ളൂ കാര്യം. ചിലവരെ പരിചയപ്പെടുന്നത് ജീവിതത്തിലെ വലിയ വഴിത്തിരിവായിട്ട് മാറും. ആ പരിചയപ്പെടാൻ ഇതിനു മുമ്പ് ഉണ്ടായ തടസ്സങ്ങളൊക്കെ ഗുണമാണ് ചെയ്തത്. നേരിട്ട് ആ 1 രൂപയുടെ കുറവില്ലാതെ വന്ന് വരികയോ പ്രൈവറ്റ് ബസ്സിൽ വരികയോ ചെയ്താൽ അവരുടെ ജീവിതം ഇതല്ല. എത്രയോ കാലം സുസ്ഥിരമായ ജോലിയിലിരുന്നു. അതിനിപ്പോ റിട്ടയർ ചെയ്തു. വളരെ നല്ല രീതിയിൽ ഇപ്പൊ കഴിയുന്നതിന്റെയൊക്കെ പിന്നിലെ കാര്യം ഒരു നിസ്സാര കാര്യം എന്ന് പറഞ്ഞപ്പോ ഞാൻ ചർച്ച ചെയ്തു. തന്മാത്ര. തന്മാത്ര എന്ന് പറഞ്ഞാൽ അത്ര ചെറിയൊരു സംഭവം. ഈ ദൈവത്തിന്റെ കളി എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിന്റെ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് കൊണ്ട്
ആകെ ജീവിതത്തിനെ മാറ്റും. പരോക്ഷപ്രിയ എന്ന് ദേവിയുടെ പര്യായം. ഇത് കേൾക്കുന്ന നമ്മളൊക്കെ ഇപ്പൊ ചിലപ്പോ പല കാര്യത്തിനും പ്രയാസപ്പെടുകയായിരിക്കും. ചില കാര്യം നടക്കുമ്പോൾ പ്രയാസം ഒന്നുകൂടി കൂടുക ചെയ്യുക. ഒടുവിൽ എന്തിനാടിയോ ആ പ്രയാസം കുറച്ച് കൂടുതലൊക്കെ ആയിട്ട് അതിന്റെ ക്ലൈമാക്സ് മുഴുവൻ ഗുണത്തിനായിരിക്കും. പരോക്ഷപ്രിയ. ആ ₹1 റേഷൻ ഷോപ്പുകാരനോട് കടം വാങ്ങേണ്ടി വന്ന് മടങ്ങേണ്ട ആ സമയം ആദ്യത്തെ ബസ് പോയി, രണ്ടാമത്തെ ബസ്സിൽ ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല. ഈ കിട്ടിയ സ്ഥലം തന്നെ വേറൊരു സീറ്റാണ് കിട്ടിയെങ്കിൽ ഈ കാര്യം ഉണ്ടാവില്ല. അവിടെ വേറൊരു സ്ത്രീ ആയിരിക്കും ഇരിക്കണ്ടാവുക. ഇവിടുത്തെ ഈ സ്ത്രീ മര്യാദ കൊണ്ട് കുട്ടി എവിടേക്കാന്ന് ചോദിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചിത്രമാണ് ഇത്. എന്റെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നുന്ന ഒരു കാര്യം, അങ്ങോട്ട് പോകാൻ വിചാരിച്ചിട്ട് എന്തോ ഒരു തടസ്സം ഉണ്ടായി, ദേഷ്യം വന്നു. അതുകൊണ്ട് ഈ വഴിക്ക് പോകുമ്പോൾ ഗുണമുണ്ടായി. ഈ വഴിക്ക് പോയോണ്ടാണ് വലിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. പരോക്ഷപ്രിയ എന്ന് വിളിക്കുമ്പോൾ നിത്യജീവിതത്തിൽ സംഭാഷണ മധ്യേ പറഞ്ഞ ഈ കഥയെന്ന് പലതും ഞാൻ ഊഹിച്ചെടുക്കുകയും ആരാധ്യരായുള്ള പ്രേക്ഷകർക്ക് അവരുടെ ജീവിതത്തിലും ഇതേമാതിരി സംഭവങ്ങൾ ഉണ്ടായത് ഓർമ്മ വരുന്നില്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.